ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നോക്കാം. വർണ്ണന തയ്യാറാക്കാം. ക്ലാസ് പതിപ്പിലേക്ക് സന്ധ്യാസമയത്തെ കാഴ്ചകളുടെ വർണ്ണന തയ്യാറാക്കുകയാണ് സ്നേഹ. ടെറസിൽ നിന്നുള്ള ദൂരക്കാഴ്ചയിൽ നിറയുന്ന ദൃശ്യങ്ങൾ അവൾ എഴുതാൻ തുടങ്ങി. ആകാശത്താരോ ഒളിഞ്ഞിരുന്ന് ചുവപ്പും കുങ്കുമവും മഞ്ഞയും സ്വർണ്ണ നിറവുമൊക്കെ വാരിപ്പൂശിയ പോലെ. എന്തൊരു തുടുപ്പാണ് സൂര്യന്. സ്നേഹ എഴുതുന്ന മനോഹര കാഴ്ചകളെ പൂർത്തിയാക്കാൻ സഹായിക്കുക. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, വർണ്ണന തയ്യാറാക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. സന്ധ്യാകാശം. സന്ധ്യാസമയത്തെ ആകാശം ടെറസിന് മുകളിൽ നിന്ന് നന്നായി കാണാം. ആകാശത്ത് സൂര്യനെ കാണാനില്ല. എന്നാൽ ആകാശത്താരോ ഒളിഞ്ഞിരുന്ന് ചുമപ്പും കുങ്കുമവും മഞ്ഞയും സ്വർണ്ണ നിറവുമൊക്കെ വാരിപ്പൂശിയതുപോലെ തോന്നും. ഇഴഞ്ഞു നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ കണ്ടാൽ വിറകടുപ്പിലെ തീക്കട്ടകൾ പോലെ തോന്നും. എന്തു മനോഹരമാണ് സന്ധ്യാസമയത്തെ ആകാശം. നിരവധി വർണ്ണങ്ങൾ കലർത്തിയ പെയിന്റ് ബക്കറ്റ് ആരോ ഒഴിച്ചിരിക്കുകയാണെന്ന് തോന്നും. മേഘപാളികൾ നോക്കി നിൽക്കെ കറുത്ത നിറത്തിൽ ഒരു നീണ്ട നിര ആകാശത്തോടു കൂടി പറന്നു വരുന്നു. ചേക്കേറാനായി പോകുന്ന കിളികളോ മറ്റോ ആയിരിക്കും. അവയുടെ പറക്കൽ കാണാൻ ബഹുരസമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡാ ആകൃതിയിലാണ് അവർ പറക്കുന്നത്. ദൂരെ തല ഉയർത്തി നിൽക്കുന്ന തെങ്ങുകൾക്കും അപ്പുറത്ത് പടിഞ്ഞാറൻ ആകാശത്തിലെ വർണ്ണക്കൂട്ടുകൾ ഇടയ്ക്കിടെ രൂപവും നിറവും മാറും. ചിലപ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ പ്രകാശത്തിന്റെ കുന്തമുനകളും കാണാം. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര മനോഹരമായൊരു ചിത്രമാണ് സന്ധ്യാസമയത്തെ ആകാശം. അപ്പോൾ വർണ്ണന എന്ത് ചെയ്യുക നിങ്ങൾ? ഇതുപോലെ നിങ്ങളുടേതായ വാക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനോഹരമായൊരു വർണ്ണന തയ്യാറാക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. മണ്ണിട്ട് മൂടിയ വയലുകളെല്ലാം തിരിച്ചു വന്നെങ്കിൽ, വെട്ടിവീഴ്ത്തിയ കരിമ്പനകൾ മുളച്ചു വന്നെങ്കിൽ, മണലെടുപ്പും പ്ലാസ്റ്റിക് എറിയലും നിർത്തിയിരുന്നെങ്കിൽ, ഒഴുക്കു നിലച്ച് പുഴകളെല്ലാം തിരിച്ചു വന്നെങ്കിൽ, ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അവസാനിച്ചിരുന്നെങ്കിൽ, മഹാവ്യാധികളെല്ലാം നാടിനു പുറത്തു പോയെങ്കിൽ, പ്രകൃതിയായൊരമ്മയെന്നും ചിരിച്ചു നിന്നേ. ശ്രീഷിത. ആഗ്രഹം എന്ന കവിതയിൽ നിന്നെടുത്ത ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. കവിതയിലൂടെ ശ്രീഷിത പറഞ്ഞ കാര്യങ്ങൾ വായിച്ചുവല്ലോ. സാധ്യമെന്ന് എന്ന കവിതയിലൂടെ പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ നാം പരിചയപ്പെട്ടു. രണ്ട് കവിതകളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. താരതമ്യ കുറിപ്പാണല്ലേ കൂട്ടുകാരെ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ശ്രീഷിതയുടെ ആഗ്രഹം എന്ന കവിതയിൽ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്ത മണ്ണിട്ട് മൂടിയ വയലും വെട്ടിവീഴ്ത്തിയ കരിമ്പനയും മണലെടുപ്പും പ്ലാസ്റ്റിക് എറിയലുമെല്ലാം നിർത്തി പഴയ കാലത്തേക്ക് തിരിച്ചുപോയാൽ പ്രകൃതിയാകുന്ന അമ്മയ്ക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകുമെന്ന് പറയുന്നു. സാധ്യമെന്ത് എന്ന കവിതയിൽ പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനവധിയായ കാഴ്ചകളും സൗകര്യങ്ങളും നാം കാണാതെ പോകുന്നു. കണ്ടിട്ടും കാണാത്തതുപോലെ പ്രവർത്തിക്കുന്നു. കുളങ്ങളും പൂമരങ്ങളും മനുഷ്യൻ കാണാതെ തിരിച്ചറിയാതെ മറ്റെന്തിനോ വേണ്ടി ഓടുകയാണെന്ന് കവി പറയുന്നു. മനുഷ്യൻ പ്രകൃതിയുടെ നല്ലതും നന്മയും തിരിച്ചറിയാതെ കുളങ്ങൾ നികത്തി കുന്നുകൾ ഇടിച്ചു നിരത്തി പ്രകൃതിയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ നശിപ്പിച്ചു. ഈ രണ്ട് കവിതകളും ഏറെക്കുറെ ഒരേ ആശയം തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങളും എന്തു ചെയ്യുക? യെസ്, ഇതുപോലൊരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിശകലന കുറിപ്പ് തയ്യാറാക്കുക. കൗമാരപ്രായക്കാരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. മിക്ക വീടുകളിലും ടെലിവിഷനുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗവും വ്യാപകമായിട്ടുണ്ട്. ഇങ്ങനെ തങ്ങളുടെ ശ്രദ്ധയും സമയവും അപഹരിക്കാൻ ശേഷിയുള്ള പുതിയ വസ്തുക്കളുമായി ഹൃദയബന്ധം പുലർത്തുന്നവർക്ക് പുസ്തകങ്ങളോട് പഴയ തലമുറയ്ക്ക് തോന്നിയതുപോലുള്ള ആഭിമുഖ്യം ഉണ്ടാവുക എളുപ്പമല്ല. പുസ്തകങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന അനുഭവങ്ങളുടെയും അറിവിൻ്റെയും ലോകവുമായി ചെറിയ പ്രായത്തിൽ തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആജീവനാന്തം ആ ബന്ധം നിലനിൽക്കും. എൻ പ്രഭാകരൻ. പുതിയ തലമുറയുടെ വായനയെപ്പറ്റിയുള്ള അഭിപ്രായം വായിച്ചുവല്ലോ. ഈ അഭിപ്രായം വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കൗമാരക്കാരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും കയ്യിൽ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഒക്കെ ഉണ്ട്. എല്ലാവരും കൂടുതൽ സമയം ഇവ രണ്ടിനോടൊപ്പമാണ്. ഇത് വായനയെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. ശ്രീ എൻ പ്രഭാകരൻ പറഞ്ഞതുപോലെ വായിക്കുമ്പോൾ പുസ്തകത്തോട് തോന്നുന്ന ഹൃദയബന്ധം ഇലക്ട്രോണിക് മാധ്യമങ്ങളോട് തോന്നാനിടയില്ല. ഫോൺ കേടായാൽ വലിച്ചെറിയും. എന്നാൽ പലരും പണ്ട് വായിച്ചതോ സ്വന്തമാക്കിയതോ ആയ പുസ്തകങ്ങൾ നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്നു. ഈയൊരു ബന്ധം ഇല്ലാതാകുന്നത് നല്ലതല്ല. പുസ്തകങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന വായനാ അനുഭവവും അറിവും ഹൃദയബന്ധവും വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അതിനായി വായനാശീലം വളർത്തുക തന്നെ വേണം. ചെറുപ്രായത്തിൽ തന്നെ വായനയുടെ ലോകത്തേക്ക് വരണം. വായിച്ചു വളരണം. പുസ്തക വായനയുടെ ഗുണങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം. അതിനായി വായന ശീലമാക്കാം. ശ്രീ എൻ പ്രഭാകരൻ്റെ അഭിപ്രായം തികച്ചും ആവശ്യവും അത്യാവശ്യവുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്നതുമാണ്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ.
ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.